കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രീമിയർ ലീഗിൽ എതിരാളിയില്ലാതെ കിരീടത്തോട്ട് കുതിക്കുകയാണ് ലിവർപൂൾ FC. ഇന്ന് നടന്ന മത്സരത്തിൽ ശക്തരായ ന്യൂകാസലിനെ 2-0 തോൽപ്പിച്ച് തങ്ങളുടെ ലീഗിലെ ലീഡ് വ്യത്യാസം 13 കൂട്ടിയിരിക്കുകയാണ് അവർ. മെൻ വേഴ്സസ് ബോയ്സ്, ആരാണ് മെൻ, ആരാണ് മെച്ചോർഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചതെന്ന് ലിവർപൂൾ FC തങ്ങളുടെ മത്സരത്തിൽ നിന്ന് കാണിച്ചു തരികയാണ്. കാരണം ശക്തരായ ന്യൂകാസൽ യുണൈറ്റഡ്, ലീഗിലെ തന്നെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമിൽ ഒന്നായ ന്യൂകാസൽ യുണൈറ്റഡ്, വെറും 3 ഷോട്ടുകൾ മാത്രമേ അവർക്ക് ഇന്നലെ അടിക്കുവാൻ സാധിച്ചുള്ളൂ. അത് തന്നെ ഒരു ഷോട്ടുകൾ പോലും ഓൺ ടാർഗറ്റ് ഇല്ല. എന്തുമാത്രം കംപ്ലീറ്റ് ഡൊമിനൻസ് ഫുട്ബോളാണ് ലിവർപൂൾ കളിക്കുന്നത്. ആ മിഡ്ഫീൽഡ് ആയിരുന്നാലും ഡിഫൻസ് ആയിരുന്നാലും അറ്റാക്കേഴ്സ് ആയിരുന്നാലും ഇന്നലെ ലൂയിസ് ഡിയാസൊക്കെ നയിച്ച് കളിച്ചു എന്ന് വേണം പറയാം. കാരണം അദ്ദേഹത്തിന്റെ ആ വർക്ക് റേറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സൊബസ്ലൈ, എന്ത് പെർഫോമൻസ് ആണ് അദ്ദേഹം. എവിടെ നോക്കിയാലും അദ്ദേഹത്തിനെ കാണാൻ പറ്റും. ഇപ്പോൾ അറ്റാക്കിങ്ങിലായിരുന്നാലും ഡിഫൻസിലായിരുന്നാലും അതുപോലെ തന്നെ മിഡ്ഫീൽഡിലായിരുന്നാലും ഒരുപോലെ മരിച്ചു കളിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ സീസണിൽ അദ്ദേഹം മികച്ച ഫോമിലാണ്. ഒരു ചാവി, ന്യൂ ജനറേഷൻ ജാബി അലോൺസോ എന്ന് വേണം നമുക്ക് സൊബസ്ലൈനെ പറയാൻ. കാരണം മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു അന്ന് അദ്ദേഹം ഇന്നലത്തെ കളിയിലും കാണിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ വക ഒരു ഗോളും ഉണ്ടായിരുന്നു. കളി നോക്കുകയാണെങ്കിൽ ന്യൂകാസൽ യുണൈറ്റഡിനെ തങ്ങളുടെ തനതായ ശൈലിയിൽ കളിക്കാൻ ലിവർപൂൾ സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ. 63 പൊസിഷൻ കീപ്പ് ചെയ്തിട്ടും അധികം ഷോട്ടുകളൊന്നും ഉതിർത്തിട്ടില്ല. എങ്കിലും കൃത്യമായ ഷോട്ടിന് അത് കൃത്യമായ ക്ലിനിക്കൽ ഫിനിഷിലൂടെ അവർ ഗോളുകൾ നേടി വിജയിച്ചിരിക്കുന്നു. അതിന് ഫസ്റ്റ് ഗോൾ വരുന്നത് ലൂയിസ് ഡയസിന്റെ ഒരു നീക്കത്തിലൂടെ സൊബസ്ലൈയാണ് ഗോൾ നേടുന്നത്. അദ്ദേഹം ബോക്സിൽ, ന്യൂകാസൽ യുണൈറ്റഡിന്റെ ബോക്സിൽ മാർക്ക് ചെയ്ത് നിൽക്കുകയാണ്. മാർക്ക് ചെയ്യാതാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു സൂപ്പർ, ഒരു സിമ്പിൾ ഫിനിഷ് എന്ന് വേണം ഇന്നലെ ആ ഷോട്ടിനെ പറയാൻ. അങ്ങനെ 1-0 ലിവർപൂൾ 12ാമത്തെ മിനിറ്റിൽ മുന്നിൽ വരികയാണ്. അതിനുശേഷം ലിവർപൂൾ തങ്ങളുടെ തനതായ ശൈലിയിൽ ലിവർപൂൾ കളിച്ചു. കാരണം അതറിയാം, ഇനിയിപ്പം ന്യൂകാസലിന്റെ കയ്യിൽ ബാൾ കിട്ടിയാൽ അവർ എന്തായാലും അറ്റാക്കിന് മുതിരും. അപ്പൊ അതുകൊണ്ട് തന്നെ ലിവർപൂൾ മെച്ചോർഡായിട്ടുള്ള തനതായ ശൈലിയിൽ കളിച്ചു. അവരെ അധികം അറ്റാക്കിലൊന്നും വിട്ടിരുന്നില്ല ലിവർപൂൾ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു പോയി. എന്നാൽ സെക്കൻഡ് ഹാഫിൽ 63ാമത്തെ മിനിറ്റിൽ സലയുടെ ഒരു അസിസ്റ്റിൽ മെക്കാലിസ്റ്റർ ഗോൾ നേടുന്നുണ്ട്. സലയുടെ ഒരു മികച്ച മുന്നേറ്റത്തിലൂടെയാണ് മെക്കാലിസ്റ്റർ ആ ഗോൾ നേടുന്നത്. അങ്ങനെ ലിവർപൂൾ 2-0 ഇന്നലത്തെ പ്രീമിയർ ലീഗിൽ മാച്ചിൽ വിജയിച്ച് 67 പോയിന്റുമായി 28 കളികളിൽ 1ാം സ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ആരെ എടുത്തു പറയും, എല്ലാവരും ഒരു ടീം പെർഫോമൻസ് എന്ന് വേണം പറയാം ഇന്നലത്തെ മാച്ചിനെ. എങ്കിലും ആർനെ സ്ലോട്ട് എന്ന മൊട്ടത്തലയിന്റെ തലയിൽ ഇത്രമാത്രം ടാക്ടിക്സുകൾ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം കഴിഞ്ഞ സീസണിൽ ഇതേപോലെ സെയിം അവസ്ഥയിൽ 1ാം സ്ഥാനത്ത് നിന്ന് ലിവർപൂളാണ് പിന്നെ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്ത് കിരീടം കൈവിട്ടു പോയത് കാണാൻ സാധിച്ചിരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ലിവർപൂൾ അല്ല ഈ വർഷം എന്ന് ആർനെ സ്ലോട്ട് കാണിച്ചു തരികയാണ്. അങ്ങനെ ഒരു മികച്ചൊരു പെർഫോമൻസ് തന്നെ ഇന്നലെ ലിവർപൂളിന്റെ അടുക്കൽ നിന്ന് കാണുവാൻ സാധിച്ചു. അത് തന്നെ സലയുടെ ഒരു അസിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഇന്നലെ ഗോൾ നേടിയില്ല, എങ്കിലും മികച്ചൊരു പ്രകടനം തന്നെ അദ്ദേഹവും കാഴ്ചവെച്ചു. അതിൽ എടുത്തു പറയേണ്ട ന്യൂകാസലിന്റെ ആ ഡിഫൻഡർ ഹാളിന്റെ ആ ഒരു പ്രകടനം തന്നെ. കാരണം സലയിനെ ഒരുവിധം അദ്ദേഹം ആക്രമണത്തിൽ നിന്ന് തടഞ്ഞു എന്ന് വേണം പറയാൻ. അങ്ങനെ 28 കളിയിൽ നിന്ന് 67 പോയിന്റുമായി 1ാം സ്ഥാനത്താണ് ഇപ്പോൾ ലിവർപൂൾ ഉള്ളത്. അടുത്ത് വരുന്ന അവർക്കുള്ള കളി യുഎഫ ചാമ്പ്യൻ ലീഗിൽ PSG-യുമായിട്ടുള്ള ഒരു ബിഗ് മാച്ച് തന്നെയാണ്. അപ്പം നല്ലൊരു മത്സരമായിരിക്കും എന്ന് തന്നെയാണ് ഒരു ലിവർപൂൾ സപ്പോർട്ടർ എന്ന നിലയ്ക്ക് എനിക്കും പറയാനുള്ളത്. രണ്ടാമത്തെ മത്സരം നമുക്ക് പറയുകയാണെങ്കിൽ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്സ്വിച്ച് ടൗൺ മത്സരമാണ്. ഇന്നലെ അങ്ങനെ 2-3 എന്ന സ്കോർ ലൈനിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചിരിക്കുന്നു. 10 പേരായി ചുരുങ്ങിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിജയം. 4ാമത്തെ മിനിറ്റിൽ ഇപ്സ്വിച്ച് ടൗണാണ് ഗോൾ ഫസ്റ്റ് നേടുന്നത്. അതൊരു ഡോർഗു ഒനാനൊരു പിഴവിലൂടെയാണ് ആ ഗോൾ വരുന്നത്. എല്ലാവരും പറയുന്നത് ഒനാനയുടെ പിഴവാണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് ഡോർഗുയുടെ പിഴവ് തന്നെയാണ്. കാരണം ഒന്നാനയ്ക്ക് അത് ആ ബാള് അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു, പക്ഷെ ഡോർഗ് ഒരു മിസ് ജഡ്ജ്മെന്റോട് അത് ഇടത്തോട് തട്ടിവിടുകയായിരുന്നു. അങ്ങനെ തിരിച്ചടിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വരികയാണ്. 22ാമത്തെ മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഒരു ഫ്രീ കിക്കിലൂടെ, ഒരു കില്ലർ ഫ്രീ കിക്കിലൂടെയാണ്, ഒരു ഓൺ ഗോളിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-2 എന്ന സ്കോർ ലൈനിൽ തിരിച്ചു വരുന്നത്. 3ാമത്തെ ഗോളും അതുപോലെ തന്നെ ഒരു സെറ്റ് പീസിലൂടെയാണ് ഡിലൈറ്റ് ആണ് 3ാമത്തെ ഗോൾ നേടുന്നത്. ഒരു കോർണറിലൂടെ 2 പ്രാവശ്യം പക്ഷെ അത് എപ്സിച്ച് ഗോളി സേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ 3ാമത്തെ വട്ടം ഡിലൈറ്റ് അത് ഗോളാക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ
ഡോർഗിന് ഒരു റെഡ് കാർഡ് കിട്ടുന്നുണ്ട്. ഇപ്സ്വിച്ച് താരത്തിനെ ഫൗൾ ചെയ്തതിനാണ് റെഡ് കാർഡ്. ഓൺ ഫീൽഡ് റഫറി അത് കാർഡൊന്നും വിധിക്കുന്നില്ലായിരുന്നു. പക്ഷേ വാർ റഫറി അത് സീരിയസ് ഫൗളായി കണക്കാക്കി അതിന് ഡോർഗിന് റെഡ് കാർഡ് നൽകുകയാണ് ചെയ്തിരുന്നത്. 10 പേരായി ചുരുങ്ങിയിട്ടും മികച്ചൊരു പോരാട്ടമാണ് സെക്കൻഡ് ഹാഫിലും ഡിഫെൻസീവ് ആയിരുന്നാലും ഒഫെൻസീവ് ആയിരുന്നാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാഴ്ച. അതൊരു നല്ലൊരു സൈൻ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരെ സംബന്ധിച്ച്. കാരണം 10 പേരായി ചുരുങ്ങിയിട്ടും 2-3 എന്ന സ്കോർ ലൈനിൽ വിജയിക്കുക എന്നത് ഒരു നല്ലൊരു മത്സരം തന്നെയായിരുന്നു പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാഴ്ചവെച്ചത്. രണ്ടാമത്തെ ഗോൾ വരുന്ന ഇപ്സ്വിച്ച് ടൗണിന്റെ വകയാണ്. അത് ഇഞ്ചുറി ടൈമിന്റെ ഫസ്റ്റ് ഹാഫിൽ ഇഞ്ചുറി ടൈമിന്റെ 47ാമത്തെ മിനിറ്റാണ് ആ ഗോൾ വരുന്നത്. അതൊരു ഒനാനയ്ക്ക് അത് ആ ബോൾ കൈയടക്കാമായിരുന്നു. കാരണം മാർക്ക് ചെയ്യാതായിരുന്നു ഇപ്സ്വിച്ച് ടൗൺ പ്ലേയേഴ്സ് നിന്നിരുന്നത്. അത് ഒന്നാനയ്ക്ക് സ്വീകരിക്കാമായിരുന്നു ആ ബോൾ. അത് നിർഭാഗ്യവശാൽ അത് ഇപ്സ്വിച്ച് ടൗൺ പ്ലെയർ ഗോൾ ആക്കുകയായിരുന്നു. അങ്ങനെ 2-2 എന്ന് സ്കോർ ലൈനാണ് ഫസ്റ്റ് ഹാഫിൽ പിരിഞ്ഞത്. മൂന്നാമത്തെ ഗോൾ വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വക. അതും ഒരു കോർണർ കിക്കിലാണ്. അത് മഗ്വയറാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ വിജയ വഴിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 27 കളികളിൽ നിന്ന് 33 പോയിന്റുമായി ഇപ്പോൾ അവർ 14ാം സ്ഥാനത്താണ്. അപ്പൊ ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു വിജയം തന്നെയാണ് ഇന്നലത്തെ കളിയിലൂടെ അവർക്ക് നേടിയിരിക്കുന്നത്. രണ്ടാമത്തെ കളി നോക്കുകയാണെങ്കിൽ അത് മാഞ്ചസ്റ്റർ സിറ്റി ടോട്ടനം തമ്മിലുള്ള ഒരു ബിഗ് മാച്ച് തന്നെയായിരുന്നു. ഈ സീസണിൽ 2 പ്രാവശ്യം ഏറ്റുമുട്ടിയപ്പോൾ അത് 2 പ്രാവശ്യം ടോട്ടനത്തിനായിരുന്നു വിജയം. എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം അത് മാൻ സിറ്റി വിജയിച്ചിരിക്കുന്നത്. ഹാലൻഡിന്റെ ഒറ്റ ഗോളിനാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയം. നമ്മൾ കളിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഒരുപിടി മികച്ച അവസരങ്ങൾ മാൻ സിറ്റിക്ക് ഉണ്ടായിരുന്നു. ഡോക്ക് ലെഫ്റ്റ് വിങ്ങിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു. അതിലൂടെ തന്നെയാണ് ഹാലൻഡ് ഗോൾ സ്കോർ ചെയ്യുന്നത്. ഡോക്കിന്റെ ഒരു ക്രോസിലൂടെ ഒരു ടാപ്പിനിലൂടെയാണ് ഹാലൻഡ് 12ാമത്തെ മിനിറ്റിൽ സിറ്റിയെ മുന്നിലെത്തിക്കുന്നത്. അതിനുശേഷം മികച്ച അവസരങ്ങൾ ഹാലൻഡിനും സവിന്യയ്ക്കും ഉണ്ടായിരുന്നു. സവിന്യര് അത് ഓപ്പൺ ചാൻസ് ആയിരുന്നു. ഗോളിയും അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ബാൾ അടിച്ച് ബാറിന്റെ പുറത്താണ് കളഞ്ഞിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-0 അവർ പിരിഞ്ഞു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ടോട്ടനം തിരിച്ച് ഗോൾ സ്കോർ ചെയ്യാനുള്ള മികച്ച അവസരങ്ങൾ അവരാണ് ഒരുക്കുന്നത്. അവരാണ് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് സെക്കൻഡ് ഹാഫിൽ കളിച്ചു തുടങ്ങിയത്. കാരണം സണ്ണും അതുപോലെ തന്നെ കുലുസൽസ്കി സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുന്നുണ്ട്. അവർക്ക് വന്ന് ജോൺസന്റെ വക ഒരു സണ്ണിനൊരു മികച്ചൊരു ചാൻസ് തന്നെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അടിച്ച് ഗോൾ തടുക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ 90ാം മിനിറ്റ് കഴിഞ്ഞ് 8ാമത്തെ ഇഞ്ചുറി ടൈമിൽ സാറിനൊരു മികച്ച അവസരം, ഗോൾ എന്നൊരു അവസരമായിരുന്നു. അത് സമനില പിടിക്കാനുള്ള മികച്ചൊരു അവസരമായിരുന്നു അത്. പക്ഷെ അത് വൈഡായി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ 1-0 മാൻ സിറ്റി വിജയിച്ച് ടോപ്പ് 4ൽ 47 പോയിന്റുമായി അവർ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു മികച്ചൊരു ആശ്വാസമേകുന്ന വിജയം തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇന്നലത്തെ വിജയത്തിലൂടെ നൽകുന്നത്. മറ്റൊരു മത്സരം ആഴ്സണൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മത്സരമാണ്. അങ്ങനെ ആഴ്സണൽ വിലപ്പെട്ട പോയിന്റുകൾ ഇന്നലത്തെ കളിയിൽ നിന്നും കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായി ഗോൾ രഹിത സമനിലയാണ് ആഴ്സണൽ ഇന്നലെ പിരിഞ്ഞിരിക്കുന്നത്. ഒരു ഉന്നമില്ലാത്ത ആഴ്സണൽ, അവർക്ക് സ്ട്രൈക്കറിന്റെ ഒരു വിടവ് ആഴ്സണലിന്റെ 2 കളിയിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്, പക്ഷെ ഒരു മികച്ചൊരു ഫിനിഷിങ്ങിലേക്ക് ആരും പോകുന്നില്ല. ഇന്നലെ എടുത്തു പറയേണ്ട 2 ഷോട്ടുകൾ എന്ന് വെച്ചാൽ കാലിഫോരിയുടെ ഒരു ഷോട്ടും സലിബയുടെ ഹെഡറും മാത്രമാണ് ഓൺ ടാർഗറ്റിൽ എതിർ ടീമിലെ ഗോളിനെ പരീക്ഷിക്കാൻ വേണ്ടി 2 ഷോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തങ്ങളെ ആരാധകരെ വെറും ആശ മാത്രം കാണിച്ച് ഇങ്ങനെ പോകുന്ന ഒരു ആഴ്സണൽ ഈ 2-3 സീസൺ നോക്കുകയാണെങ്കിൽ അവർക്ക് മികച്ചൊരു മണി തന്നെ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ടീം ബിൽഡപ്പിന് വേണ്ടി. പക്ഷെ അവർ നല്ലൊരു സ്ട്രൈക്കറിനെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് വേണം, അത് മാനേജ്മെന്റിന്റെ ഒരു പിഴവ് തന്നെയാണ് എന്ന് വേണം പറയാൻ. അങ്ങനെ ഇന്നലത്തെ കളിയും ഡ്രോ ആയി അവർ 27 കളിയിൽ നിന്ന് 54 പോയിന്റുമായി ലിവർപൂളുമായി പോയിന്റ് വ്യത്യാസം 13 കൂട്ടിയിട്ടുണ്ട്. 2ാം സ്ഥാനത്താണ് അവർ. അതുപോലെ തന്നെ 48 പോയിന്റുമായി നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 3ാം സ്ഥാനത്തുണ്ട്. 4ാം സ്ഥാനത്ത് സിറ്റി 47 പോയിന്റുമായി 4ാം സ്ഥാനത്താണ്. അങ്ങനെ മികച്ച മത്സരങ്ങളാണ് ഇന്നലെയും കഴിഞ്ഞു പോയത്. അതുപോലെ തന്നെ മികച്ച മത്സരങ്ങൾക്കായി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. നമസ്കാരം.